കഴിഞ്ഞ ലെസന്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്കറിയാം നമ്മൾ ഒരു ചാർട്ട് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഈ പിവറ്റ് ടേബിളുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ സ്ലൈസർ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഈ പിവറ്റ് ടേബിൾ ഇങ്ങനെ ചെറുതായി കാണുന്നത്. ഇവിടുത്തെ ഇതിനനുസരിച്ച് അവിടെ മാറ്റങ്ങൾ വരും. നമ്മൾ ഫിൽറ്ററിംഗ് ആണ് ഈ സ്ലൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നതുള്ളതുകൊണ്ട് ഈ കാര്യങ്ങൾ മാത്രം ആണ് സ്ലൈസർ അവിടെ കാണിക്കുക. ഇനി നമുക്ക് രണ്ടാമതായി ആവശ്യമുള്ളത് നമ്മൾ പ്രോംപ്റ്റിലുള്ളത് ടോപ്പ് സെയിൽസ് പേഴ്സൺസ് പെർഫോമൻസ് ആണ്. അപ്പോൾ സെയിൽസ് പേഴ്സന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, 4 കൊല്ലം എങ്ങനെയുണ്ട് നമുക്കറിയണം. അപ്പോൾ നമുക്കത് റോല് സെയിൽസ് പേഴ്സണും സെയിൽസ് വാല്യൂസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ബാർ ചാർട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഇൻസേർട്ടിൽ പിവറ്റ് ടേബിൾ ചാർട്ട് എടുത്തു. നമ്മൾ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എടുക്കുന്നു. ഇതിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പിവറ്റ് ടേബിളും ഒരു വർക്ക്ഷീറ്റിൽ നിന്ന് കൊണ്ടുവരാനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഇതുള്ളത്. നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ ടെംപ്ലേറ്റ് വന്നു. നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് അതിൻ്റെ പ്രോംപ്റ്റിലേക്ക് പോവാം. സെയിൽസ് പേഴ്സൺസ് ആണ് റോസിൽ, സെയിൽസ് ആണ് വാല്യൂസിലുള്ളത്. നമ്മളിവിടെ നിന്ന് സെയിൽസ് പേഴ്സണെ റോസിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു, വാല്യൂസ് ടോട്ടൽ സെയിൽസ് വന്നു. നമുക്ക് അത് മറ്റൊരു ചാർട്ട് ലഭിച്ചു പിവറ്റ് ടേബിൾ ലഭിച്ചു. ഇനി ഇതിൻ്റെ പിവറ്റ് ചാർട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. പിവറ്റ് ചാർട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു നമ്മൾ ബാർ ചാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റാം. പലതരത്തിൽ മാറ്റാം. നമുക്കൊന്നെങ്കിൽ മൂവ് ചാർട്ട് എടുക്കാം. മൂവ് ചാർട്ട് എടുക്കുമ്പോൾ ഏതാ ഷീറ്റ് എന്ന് ചോദിക്കും. ഷീറ്റ് 3 സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇത് അങ്ങോട്ട് മൂവ് ചെയ്യും. ഇതിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കൃത്യമായി പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത് ഇതിൻ്റെ ഫോർമാറ്റുകളൊക്കെ നമുക്കിവിടെ മാറ്റേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞതാണ്, ഇതൊന്നും ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാം. ഫോർമാറ്റ് മാറ്റുന്നതിന് നമ്മൾ ഡിസൈനാണ് എടുക്കുന്നത്. ഇവിടുന്ന് ഫോർമാറ്റ് എടുത്തു. ഇനി നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം ചെയ്യാനുള്ളത്, ഈ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിവറ്റ് ടേബിളും ചാർട്ടുകളൊന്നും തന്നെ സ്ലൈസ് ഇതുമായി കണക്റ്റഡ് അല്ല. അപ്പം അതിനു മുമ്പായി നമുക്ക് ഇതിനൊന്ന് റീനെയിം ചെയ്യണം. പിവറ്റ് ടേബിൾ എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അനലൈസിലെടുത്ത് പിവറ്റ് ടേബിൾ 2 എന്നുള്ളതിന് പകരം നമ്മൾ സെയിൽസ് പേഴ്സൺ റിപ്പോർട്ടാണല്ലോ, അപ്പോൾ സെയിൽസ് പേഴ്സൺസ് നമ്മൾ കൊടുക്കാം. അതേപോലെ തന്നെ ചാർട്ടിൽ പോയി ചാർട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ പോയി ചാർട്ടിനും റീനെയിം ചെയ്യാം. ഇവിടെ നമ്മൾ സെയിൽസ് പേഴ്സൺ എന്ന് തന്നെ കൊടുക്കാം. രണ്ടൊന്നായ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഏത് ചാർട്ട് ഏതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തതെന്നുള്ളത് നോക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇനി ഓരോ പിവറ്റ് ടേബിളും ഇതുമായി കൂടി അസോസിയേറ്റ് ചെയ്യാനുണ്ട്. സ്ലൈസർ എടുക്കുന്നു, റിപ്പോർട്ട് കണക്ഷൻ എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ സെയിൽസ് ട്രെൻഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെയും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇതും ഇങ്ങനെ തന്നെ സെലക്ട് ചെയ്ത് റിപ്പോർട്ട് കണക്ഷൻ എടുത്ത് ഇവിടെ സെലക്ട് ചെയ്യാം, ചെക്ക് മാർക്ക് കൊടുക്കാം. ഇതിലും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഓരോന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യണം. ഓക്കെ കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെയും നമുക്ക് ഇതുമായി റിപ്പോർട്ട് കണക്റ്റഡ് ആയി. അപ്പൊ അതുകൊണ്ട് ഓരോന്നിന്റെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത് മാറ്റം വരുന്ന നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിലാണെങ്കിൽ നമ്മൾ ഫിൽറ്റർ ഒഴിവാക്കുമ്പോൾ മൊത്തത്തിലുള്ള ഇത് കിട്ടും. അതിലിവിടെ മന്ത് ഒഴിവാക്കണം, ഇയർലി ആരാണെന്നുള്ളത് കിട്ടും. പക്ഷെ നമുക്ക് ഫസ്റ്റ് 5 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് നമുക്ക് സോർട്ട് ചെയ്യാം. ഇതിപ്പോൾ പേരിനനുസരിച്ചാണ് സോർട്ട് ആയിട്ടുള്ളത്. ഈ വാല്യൂ വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരാണ് കൂടുതൽ റാങ്കിങ് ആണ് നമ്മൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 തരത്തിൽ ഇതിനെ മാറ്റിയെടുക്കാം. ഒന്നെങ്കിൽ ഇതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റാം, എന്നിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ വാല്യൂ വെച്ച് തന്നെ ചെയ്യാം. എന്തായാലും നമ്മൾ ആദ്യം ഇതിനൊന്ന് സോർട്ട് ചെയ്യാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് സോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, ഏറ്റവും കൂടുതലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചാർട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് മേലോട്ടായതുകൊണ്ട് ഏറ്റവും അടിയിൽ ലാർജസ്റ്റ്, അതാണ് മേലെ ഇങ്ങനെ കാണാൻ കാരണം. അപ്പം നമുക്ക് ഇവിടെ തല തിരിച്ച് കൊടുക്കണം. നമുക്കിവിടെ സോർട്ട് സെലക്ട് ചെയ്തിട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അങ്ങനെ കൊടുക്കും. ഇപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് താഴെ വരും, മറ്റേ ഏറ്റവും ടോപ്പിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ വരും. അത് ഏതാണോ നമ്മളെ സൗകര്യം, എങ്ങനെയാണോ നമുക്ക് നമ്മൾ മേലേന്നും ആയിരിക്കുമല്ലോ ഏറ്റവും കാണാന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ താഴെ നോക്കുമ്പോൾ ഈ വാല്യൂസ് നമുക്ക് ശരിക്കും റീഡബിൾ അല്ല. കാരണം വലിയ വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ റീഡബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്കൊരു മാറ്റം വരുത്താം. അപ്പോൾ ഇതിന് ഇവിടെ ആക്സിസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫോർമാറ്റ് ആക്സിസ് ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസ് ഓപ്ഷൻ എടുക്കും. നമുക്കിവിടെ എത്ര വേണം, മിനിമം എത്ര വേണം എന്നൊക്കെ ഇവിടെ മാറ്റം വരുത്താൻ പറ്റും. നമ്മൾ എത്ര ഉണ്ട് എന്നുള്ള അനുസരിച്ച് നമുക്ക് മിനിമം 1000
മുതലാണ് വാല്യൂസ് വരുന്നെങ്കിലൊക്കെ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. അതിൽ ഒരു ഡിസ്പ്ലേ യൂണിറ്റ്സ് എന്ന് കാണാം. ഇവിടെ നമുക്ക് ഹൺഡ്രഡ്സിലേക്കോ തൗസൻഡ്സിലേക്കോ ഇതിനെ മാറ്റിയാൽ കുറച്ചും കൂടി എന്താവും, നമുക്കൊരു റീഡബിലിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ അടിയിൽ ഇവിടെ ഇങ്ങനെ തൗസൻഡ്സ് എന്ന് കാണിക്കും. ഇനി ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഡാറ്റ ലേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഇത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, തൗസൻഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഈ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 200 എന്ന് പറഞ്ഞാൽ 200 × 1000 ആണ് ഇതിന്റെ വാല്യൂ. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ചാർട്ടിനെ ഒന്നും കൂടി അതിന്റെ വിഷ്വൽസ് കുറച്ചും കൂടി ക്ലിയർ ആക്കി മാറ്റാൻ പറ്റും. ചാർട്ട് ഏതാണ് നമുക്ക് നോക്കാം. നമ്മൾ ഷീറ്റ് 1 നോക്കിയാൽ റീജിയണൽ സെയിൽസ് കമ്പാരിസൺ ആണ്. അപ്പോൾ ഓരോ ഇയറിലും ഏത് റീജിയനിലാണ് കൂടുതൽ സെയിൽസ് ഉണ്ടായത്, അപ്പോൾ റീജിയൻ റോസിലും ഇയറിൽ കോളംസ്, ടോട്ടൽ സെയിൽസ് വാല്യൂസിലാണ് നമ്മൾ ബേസ് ചെയ്യാൻ പോകുന്നത്. ക്ലസ്റ്റേർഡ് കോളം ചാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെ പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു, ഇൻസേർട്ടിൽ പോവാം, ക്ലിക്ക് ചെയ്യുക, എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് എടുക്കുന്നു, സെലക്ട് ചെയ്തു, ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കാം, ചാർട്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് റീജിയൻ ഇവിടെ കൊടുത്തു, ഇയർ കോളംസിൽ കൊടുത്തു, ടോട്ടൽ സെയിൽസ് കൊടുത്തു. നമുക്ക് ഈ 00 നമുക്ക് ഒഴിവാക്കാം എല്ലാറ്റിലും. നമ്മൾ ഇവിടെ തന്നെ ഇവിടെ ഷീറ്റിൽ ഒഴിവാക്കിയത് കൊണ്ട് കാര്യമില്ല, ഇവിടെ ഒഴിവാക്കിയാലും അവിടെ അങ്ങനെ തന്നെ കാണും. നമ്മൾ ഇവിടെ ഫോർമാറ്റ് എടുത്ത് ഹോമിൽ പോയി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി, മുമ്പ് ഫോർമാറ്റിങ്ങിൽ പറഞ്ഞാണ് യൂസ് കൂടി സെലക്ട് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്ത് മാത്രമേ ഇത് റിലീസ് ആവുള്ളൂ. ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്ത് വെക്കാം, കാരണം ചാർട്ടിലൊക്കെ വെറുതെ 200 ഇവിടെ കിടന്ന് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ മൊത്തം സെലക്ട് ചെയ്യണം. നമ്മൾ ഇത് അത്രയും 5000 ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആദ്യത്തെ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് അമർത്തി എൻഡ് കീ പ്രസ് ചെയ്ത് ഡൗൺ ആരോ അമർത്തി കഴിഞ്ഞാൽ ഇത് മൊത്തം ഒറ്റയടിക്ക് സെലക്ട് ആയി. ഇതൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചാണ്, അപ്പോൾ അതുകൊണ്ട് അതിൽ കാണുന്നില്ല. ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് നെക്സ്റ്റ് ആയിട്ട് എൻഡ് കീ പ്രസ് ചെയ്യുക, പിന്നെ ഉടനെ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ മുഴുവൻ സെലക്ഷനായി നമ്മളിത് 0 ഒഴിവാക്കുന്നു. ഇനി നമുക്ക് ഇതിനുള്ള പിവറ്റ് ചാർട്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് പിവറ്റ് അനാലിസിൽ പോയി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ കോളം ചാർട്ടാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കും. ഇതും ഇവിടെ തന്നെ ഉണ്ടാവുക. നമുക്ക് ഒന്നുകിൽ മൂവ് ചാർട്ട് കൊടുത്തുകൊണ്ട് ഇവിടുന്ന് മാറാം. നമുക്ക് ഇതിന്റെ ഡിസൈൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇനി ഇവിടുന്ന് മൂവ് ചെയ്യണമെങ്കിൽ Ctrl+X അടിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കൊടുത്തത് കൃത്യമായിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനുള്ള ഫോർമാറ്റുകളൊക്കെ നമുക്ക് ചെയ്യാം. ഈ ചാർട്ട് മേലെ എഴുത്ത് വരുത്തിക്കാം. അതുകൊണ്ട് ചാർട്ട് ടൈറ്റിൽ വേണം നമുക്ക്, അതേപോലെ ഡാറ്റ ലേബൽ വേണം. ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് ചെറുതായിക്കോളും. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് തൗസൻഡ്സിന്റെ കൊടുക്കാം ഇവിടെ. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാം. ഈ ടൈറ്റിൽ നമുക്കൊന്ന് മാറ്റണം. ഇവിടെയും നമ്മൾ നേരത്തെ മാറ്റാൻ വിട്ടുപോയി. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ സെലക്ട് ചെയ്ത് രണ്ടാമത്തത് ടോപ്പ് സെയിൽസ് പെർഫോമൻസ് എന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്തത്. അവിടെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവും. 3 പ്രാവശ്യം ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് സെലക്റ്റഡ് ആവും. അതേപോലെ ഇവിടെയും നമുക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചാർട്ട് ടൈറ്റിൽ എന്നുള്ളത് മൊത്തം അങ്ങനെ സെലക്ഷൻ ആവും. കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഹൈഡ് കൊടുക്കാം. നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ രൂപങ്ങൾ മാറും. ലിങ്ക് ചെയ്യാത്തതുകൊണ്ടാണ്, നമുക്ക് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇതുമായിട്ടൊന്നും ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിൽട്ടർ കണക്ഷൻ എന്ന് കാണാം. ഫിൽട്ടർ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് 4ഉമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ലിങ്ക് ചെയ്യാം. നേരത്തെ നമ്മൾ സ്ലൈസർ എടുത്തിട്ടായിരുന്നു ചെയ്യുന്നത്. ഓരോ സ്ലൈസറും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ സ്ലൈസറിനെയും ഇതിനായിട്ട് ലിങ്ക് ചെയ്യാം. മറ്റൊരു ഗ്രാഫ് മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടെ എടുത്ത് ഫിൽട്ടർ കണക്ഷൻ എന്ന് കാണാം. അവിടെ ഓരോന്നും ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സ്ക്രോൾ ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ആക്സസറീസിന്റെ സെയിൽ അങ്ങനെ ഓരോന്നും നമുക്ക് കിട്ടും. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ 3 ഇതേപോലെ ചാർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇതിന്റെ ഓരോന്നിന്റെയും നമുക്ക് പെർഫോമൻസ് ഒറ്റ ക്ലിക്കിൽ തന്നെ കിട്ടും. ഇവിടെ ആക്സസറീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്സസറീസിന്റെ സെയിൽസ് ആണ് ഇവിടെ മൊത്തം ഇവിടെ കാണിക്കുക. അതേപോലെ ആക്സസറീസിന്റെ സെയിൽസ് ട്രെൻഡാണ് കാണിക്കുക, മെയ് മാസമാണ് കാണിക്കുക. ഇങ്ങനെ 3 ചാർട്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചാർട്ടിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇനി അടുത്ത ചാർട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഏതാണെന്ന് നോക്കാം. ഇത് ക്ലോസ് ചെയ്യാം. ഇവിടെ ഷീറ്റ് 1 പോയാൽ പ്രോഡക്റ്റ് വൈസ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് റോസിൽ വേണം ടോട്ടൽ സെയിൽസ്. ഇവിടെ പെർസെൻറ്റേജിലായിട്ടാണ്, പെർസെൻറ്റേജ് ഓഫ് ഗ്രാൻഡ് ടോട്ടൽ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. പൈ ചാർട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ വീണ്ടും ഇവിടെ പോകുന്നു, പിവറ്റ് ചാർട്ട് കൊടുക്കൂ. എക്സിസ്റ്റിംഗ് ആണ്, ഇവിടെയാണ് നമ്മുടെ ചാർട്ട് ഉള്ളത്. പിവറ്റ് ടേബിൾ ആണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. പിവറ്റ് ടേബിൾ ഒന്ന് സെലക്ട് ചെയ്യാം.
ഓക്കെ കൊടുക്കുക. ഇവിടെ നമ്മൾ അവിടെ മിനിമൈസ് ചെയ്തിട്ടുകൊണ്ടാണ് ഇവിടെ ഈ രൂപത്തിൽ കാണുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇവിടെ അതിൻ്റെ ഇത് വന്നു. നമുക്ക് നിർദ്ദേശം എന്താണ്, നമ്മളിവിടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. പ്രോഡക്റ്റ് വൈസ് ആണ്. പ്രോഡക്റ്റ് റോസിൽ കൊടുക്കണം, വാല്യൂസ് പെർസെൻറ്റേജ് ആക്കിയിട്ട് സെയിൽസ് വാല്യൂസിൽ കൊടുക്കണം. പ്രോഡക്റ്റ് റോസിൽ കൊടുക്കണം, ടോട്ടൽ സെയിൽസ് അതിൻ്റെ പെർസെൻറ്റേജ് ആയി വാല്യൂസിലും കൊടുക്കണം. നമ്മളത് ഡ്രാഗ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് റോസിൽ കൊടുത്തു, സെയിൽസ് ഇവിടെ കൊടുത്തു. പക്ഷേ സെയിൽസിന് നമുക്ക് എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് ആക്കണം. ഇവിടെ നമുക്കറിയാലോ, നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ വെച്ച് കോളം ടോട്ടലിൽ പെർസെൻറ്റേജ് ആയിട്ട് മാറി ഇവിടെ. ഇനിയാണ് നമ്മൾ ഇതിനെ ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ചാർട്ട് കൊടുക്കുന്നു. നമ്മൾ പൈ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് ഉപയോഗിക്കാം, സ്റ്റൈലിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ഇവിടെ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. മൂവ് ചാർട്ട് എടുത്തു, റീലേക്ക് കൊടുക്കും. ഇവിടെ നമുക്ക് കിട്ടി. ഇതിനിവിടെ പേസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് നമുക്ക് ചെറുതാക്കണം, ലാസ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ ഡാറ്റ ലേബിൾ ആഡ് ചെയ്യാം. വീണ്ടും ആ ലേബിൾ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഫോർമാറ്റ് ചെയ്യാം. നമുക്ക് ഡിസൈനിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ഒഴിവാക്കണം. അതേപോലെ ഈ ടോട്ടൽ എന്നുള്ളതും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുക്കാം. നമുക്ക് പ്രോഡക്റ്റ് വൈസ് കോൺട്രിബ്യൂഷൻ നമ്മൾ എടുക്കുന്നു. കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്തു. ഇവിടെ വന്നിട്ട് 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ സെലക്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ അതും നമുക്ക് കിട്ടി. ഇത് ലെജൻഡാണ്. ബ്ലൂ കളറ് ആക്സസറീസ്, ഈ കളറ് ലാപ്ടോപ്പ്, അങ്ങനെ ഗ്രേ, യെല്ലോ, അങ്ങനെ ഓരോന്നും ടാബ്ലറ്റ് ഇങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഡിസൈൻ നമുക്ക് വേറെ രീതിയിൽ സെലക്ട് ചെയ്യാൻ അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. എന്തുമായിട്ട്, സ്ലൈസറുമായി കണക്ട് ചെയ്തില്ല. നമ്മളിവിടെ പോയി ഫിൽറ്റർ കണക്ഷൻ എടുത്തിട്ട് ഇതൊക്കെ സ്ലൈസറുമായിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വലുതാക്കാം. ഓരോന്നും ചെക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് മാർക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ അത് സെലക്ട് ആയി. ഇവിടെ ഇപ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങനെ 100% എന്ന് വരാൻ കാരണം ആക്സസറീസ് ഉള്ളതുകൊണ്ടാണ്. എല്ലാത്തിൻ്റെ ഈ ആക്സസറീസിൻ്റെ ഒഴിവാക്കി കഴിഞ്ഞാൽ, അപ്പോൾ ആക്സസറീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ 100% തന്നെ കാണിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആക്സസറീസിന് ഇതിനായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ പോയി റിപ്പോർട്ട് കണക്ഷനിൽ നമുക്ക് ഇതെന്താണ്, പ്രോഡക്റ്റ് എന്നുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കാം. കാരണം പ്രോഡക്റ്റ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ആളെന്നല്ലേ. ആ ഒരു പ്രോഡക്റ്റിൻ്റെ 100% ആയിരിക്കുമല്ലോ മൊത്തം സെയിൽ. ഇവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ മറ്റേതിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ രീതിയിൽ തന്നെ നിൽക്കും. അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് നമ്മൾ ആ ഇത് കണക്ഷന് ഇവിടെ ഒഴിവാക്കിയത്. നമുക്ക് അതേപോലെ തന്നെ ഓരോന്നിലും ഏതെങ്കിലും ഒന്ന് കണക്ഷൻ ആവശ്യമില്ലാത്തുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒഴിവാക്കുകയും ചെയ്യാം. ഇവിടെ ക്ലോസ് ചെയ്യാം. ഒക്കെ ക്ലോസ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെയുള്ള മാറ്റം നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈസ്റ്റ് മാത്രം കാണിക്കുകയാണ്, ഈസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് കണക്ഷൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കാം. ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എടുത്ത് ഇതിൻ്റെ സ്ലൈസറിൽ എടുക്കാം, അല്ലെങ്കിൽ ചാർട്ട് എടുത്ത് ഇതിൻ്റെ റിപ്പോർട്ട് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീജിയൻ എന്നുള്ള ഭാഗം ഒഴിവാക്കാം. അപ്പോൾ റീജിയൻ എപ്പോഴും നമ്മളിവിടെ ഫിൽറ്റർ, ആദ്യം തന്നെ ഫിൽറ്റർ ഒഴിവാക്കണം. ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കണക്ഷൻ ഒഴിവായിപ്പോയി. നമ്മളിപ്പോൾ ഇതിലേക്ക് വന്നുപോയി. നമുക്ക് അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഇതിൻ്റെ കണക്ഷൻ വിട്ടുകൊണ്ടാണ് ഇവിടെ ഇതൊന്നും മാറ്റം വരാത്തത്. നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് വീണ്ടും ചെയ്യുക. എന്നിട്ട് നമുക്ക് റീജിയൻ എന്നുള്ളതിൻ്റെ ഇനി നമ്മളിവിടെ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ രീതിയിൽ വന്നു. ഇനി നമ്മൾ ഓരോ മന്തും ഇതൊക്കെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഫുൾ ഓരോ വർഷവും ഇവിടെ ഫിൽറ്റർ ഒഴിവാക്കുമ്പോൾ മുഴുവൻ വർഷവും കാണിക്കും. ഇനി നമ്മൾ ഇവിടുത്തെ ഫിൽറ്റർ ഒഴിവാക്കിയതിൻ്റെ ശേഷം ഇവിടുത്തെ ഗ്രാഫ് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് ഡിസൈനിലെടുത്ത് ഫിൽറ്റർ കണക്ഷൻ എടുത്ത് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, റീജിയൻ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് റീജിയൻ ക്ലിക്ക് ചെയ്താൽ ഇപ്പം ഒന്നും വർക്ക് ചെയ്യില്ല. ഓരോ റീജിയൻ്റെ മാത്രമായിട്ട് നമുക്ക് കിട്ടില്ല. കാരണം ഇവിടെ തന്നെ 4 റീജിയനും കാണിക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടെടുക്കുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ 4 കാണിക്കുന്നതാണല്ലോ നല്ലത്. ഒരു റീജിയൻ്റെ ഒരു സിംഗിൾ മാത്രമായിട്ട് നമുക്കിവിടെ കിട്ടുന്നതിനേക്കാളും നല്ലതാണ്. നമുക്ക് പിന്നെ സമയപരിധി കാരണം നമ്മൾ ബാക്കി ഭാഗങ്ങൾ പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വെക്കുകയാണ്. ഒരു ക്ലാസ് കൂടി നമുക്ക് പിവറ്റ് ടേബിളിന് വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മളിവിടെ പിവറ്റ് ടേബിൾ പ്ലേസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും കൂടി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ പിവറ്റ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യും. വീഡിയോ കണ്ടതിന് നന്ദി. ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.